2020-നും 2023-നും ഇടയിൽ അമേരിക്കൻ അതിർത്തി അനധികൃതമായി കടക്കാൻ ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 40 മടങ്ങ് കൂടി. 40 മടങ്ങോ? അതെ. 2020-ൽ ഏതാണ്ട് 1000 പേരായിരുന്നു. 2023 ആയപ്പോഴേക്കും അത് 43,000 ആയി. 2024-ൽ ഇപ്പോൾ തന്നെ 40,000 പേരുണ്ട്. ഒന്നോർക്കണം, 2010-ന് മുമ്പൊക്കെ ഇത് വർഷത്തിൽ 1000-ൽ താഴെയായിരുന്നു. അപ്പോ ഈ ശ്രമത്തിനിടയിൽ മരണപ്പെടുന്നവരുടെ എണ്ണവും അതും കൂടിയിട്ടുണ്ട്. 2022 ജനുവരിക്ക് ശേഷം കുറഞ്ഞത് 11 ഇന്ത്യക്കാരെങ്കിലും ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കരീബിയൻ റൂട്ട് വഴി പോയ 9 ഗുജറാത്തികളെ കാണാതായതായും ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇത്രയും വലിയ തുക മുടക്കി സ്വന്തം ജീവൻ പണയം വെച്ച് ആളുകൾ പോകുമ്പോൾ ഇതിനു പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉണ്ടാവുമല്ലോ, മനുഷ്യക്കടത്ത്. തീർച്ചയായും. അത് വ്യക്തമാണ്. ഗുജറാത്ത്, പഞ്ചാബൊക്കെ കേന്ദ്രീകരിച്ച് വലിയ മനുഷ്യക്കടത്ത് ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവര് ഭയങ്കരമായ തുക വാങ്ങും, എന്നിട്ട് വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കിക്കൊടുക്കും. വളരെ അപകടം പിടിച്ച വഴികളിലൂടെയാണ് യാത്രകൾ സംഘടിപ്പിക്കുന്നത്. സാന്റിയാഗോ സംഭവത്തിൽ തന്നെ 5 മെക്സിക്കൻ പൗരന്മാരെ അറസ്റ്റിലായി. ഇന്ത്യയിലും അറസ്റ്റുകൾ നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള വലിയ ആളുകളിലേക്ക് എത്താൻ പലപ്പോഴും പറ്റുന്നില്ല. കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. പിന്നെ രക്ഷപ്പെട്ടവര് പലപ്പോഴും സാക്ഷി പറയാൻ മടിക്കും, പേടിച്ചിട്ടാവാം. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്.